വീട് പൂട്ടിയിരിക്കുക. അതുകൊണ്ട് ബാഗിലെന്താ? ക്ഷണക്കത്താ. ആർക്ക്? താഴത്തെ വീട്ടിലെ ലാവണി ചേച്ചിക്കാ. അങ്ങനെ ഒന്നും ഒരുത്തി ഇവിടെ ഇല്ല. താഴത്തെ വീട് കാലിയായിട്ട് കിടക്കുക. സാറിനെ കണ്ടിട്ട് നല്ലൊരാളാണെന്ന് തോന്നുന്നു. ആര് പറഞ്ഞു കൊടുത്തു? എന്താ ബ്രോ, പുകവലിയുണ്ടോ? എക്സ്ക്യൂസ് മീ. വലിക്കും സാർ. കയ്യിലുണ്ടോ? ഉണ്ട് സാർ. ഉണ്ടെങ്കിൽ ഒന്നും എടുക്കുക. നിന്റെ പേരെന്താ? ജെമിനി ഗണേശൻ എന്നാ. ഐ ആം ചുരുളിരാജൻ. നൈസ് ടു മീറ്റ് യു സർ. എന്താ ബോസ് വിശേഷിച്ചു വന്നേ? എൻ്റെ കല്യാണമാണ് സർ. ആശംസകൾ. താങ്ക്സ്. എവിടെന്നാ വരുന്നേ? ചെന്നൈന്നാ. ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് 3 വർഷമെങ്കിലും ആയി. അന്ന് തൊട്ട് താഴത്തെ വീട് പൂട്ടിയിട്ടേക്കുക. ഹൗസ് ഓണർ ഇടയ്ക്ക് വന്നിട്ട് തുറന്നു നോക്കിയിട്ട് പോകുന്നത് കാണാം. അവരെപ്പോഴെവിടെ താമസിച്ചുകൊണ്ടിരുന്നേ? ഒരു 6-7 വർഷം മുൻപാണ്. കൺഫേം ആയിട്ടും അവർ താഴെ തന്നെയാണ് ഉണ്ടായിരുന്നത്? അതെ സർ. നിങ്ങൾ താമസിക്കുന്ന ഇതേ വീട്ടിൽ അന്ന് ഞാനായിരുന്നു താമസിച്ചിരുന്നത്. നെയ്ബർ ആയിരുന്നു. ആ ചേച്ചിയുടെ പേരെന്താന്നാ പറഞ്ഞേ? ശൂന്യ എന്നല്ലേ? ലാവണ്യ എന്നാ. അല്ല സർ, ആ അഡ്രസ്. ഇനി ഇവിടുന്ന് വീട് മാറിയോ? കയ്യിൽ കിട്ടുന്നില്ലല്ലോ അവനെ. സാർ എന്ത് ജോലിയാ ചെയ്യുന്നേ? നീ എന്ത് ജോലിയാ ചെയ്യുന്നേ? ഐ ടി അല്ലേ സാർ. ബോസിനെ കണ്ടിട്ട് നല്ല പഠിത്തമുണ്ടെന്ന് തോന്നുന്നല്ലോ. ITI ആണല്ലേ? IT അല്ല, IT, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ. കമ്പ്യൂട്ടർ ചാക്കിലാക്കിയതാണെന്നോ? ബോസേ, നിങ്ങൾ മറ്റേ ഡിപ്പാർട്ട്മെന്റിലെ ആളൊന്നും അല്ലല്ലോ? ഏയ് അല്ല സർ. സാറെന്ത് ജോലിയാന്ന് പറഞ്ഞില്ല. മനസ്സിലായില്ല സർ. കാശിന് വേണ്ടി വാരിയിൽ വരെ ഞാൻ ഊരും, കരിമ്പുലിയെ പോലെ. അപ്പൊ നിങ്ങൾ ഗുണ്ടയായിരുന്നോ? ബോസേ, ആദ്യം ചുമ്മാ തുടങ്ങി വെച്ചു, പിന്നീട് അതങ്ങോട്ട് ശീലമായിട്ട് പണത്തിന് വേണ്ടിയിട്ട് പണി ചെയ്യാൻ തുടങ്ങി. സിറ്റ് ഡൗൺ. 2 വീട് കഴിഞ്ഞ ഒരു കടയുണ്ട്. അവിടെ പോയിട്ട് ഇവരെ കുറിച്ച് നമുക്ക് ചോദിച്ചു നോക്കിയാലോ? അവിടെ ചോദിച്ചു സാർ. അതിന്റെ എതിരെയുള്ള വീട്ടിലും ചോദിച്ചു നോക്കിയായിരുന്നു. ആർക്കും അറിയില്ലെന്നാ പറഞ്ഞത്. അപ്പോരേ ഒരു വഴിയുള്ളൂ. വീടിന്റെ ഓണറോട് നമുക്ക് ഫോൺ ചെയ്ത് ചോദിച്ചാലോ? ഓക്കെ സാർ. 7373 എന്താ ബോസ് ഇങ്ങനെ നോക്കുന്നേ? നിങ്ങളുടെ ഫോണിൽ വിളിച്ചു നോക്ക്. എന്റെ നമ്പറൊക്കെ സീക്രട്ട് നമ്പറാ. വാണ്ടഡ്. 7373589491. സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. മൂത്രമൊഴിക്കാൻ പോയതായിരിക്കും. ഒന്നോട് വിളിച്ചു നോക്ക്. ഫോൺ ഡെഡ് ആയിരിക്കും സാർ. ഇനിയിപ്പോ തട്ടിപ്പോയത് വല്ലതാണോ? എന്നാ ഞാൻ വീടിന്റെ ഉടമസ്ഥന്റെ അഡ്രസ്സ് തരാം. തിരുമംഗലത്താ. വല്ല ബസ്സിനും കയറി പോയി നോക്കിട്ട് വാ. അത്രയ്ക്ക് സമയമില്ല സാർ. രാത്രി 8 മണിക്ക് തിരിച്ചു പോകുന്നതിന് മുൻപ് അഡ്രസ്സ് കണ്ടുപിടിക്കണം. പിന്നെ ഈ കത്ത് കൊടുക്കണം. ഒരു കാറ് വാടകയ്ക്കെടുത്ത് തരികയാണെങ്കിൽ. കാറോ? ബോസേ, ഇവിടുന്ന് കാറ് വിളിച്ചു കഴിഞ്ഞാൽ അവന്മാർ കൊന്നു കൊല വിളിക്കും. എന്താ സാർ ഈ പറയുന്നത്? മാസം 1 ലക്ഷം രൂപ സാലറി ഉണ്ട്. എന്നിട്ട് കാർ വാടക തരാതിരിക്കും? 1 ലക്ഷം രൂപയാ? സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് വന്ന് അഡ്രസ്സ് കാണിച്ചു തന്നാൽ അതൊരു ഉപകാരമായിരിക്കും. ഉപകാരത്തിന് വേണ്ടി ഉയിര് കൊടുക്കുന്നവരാ മധുരക്കാര്. അങ്ങനെയുള്ളവർ അഡ്രസ്സ് പറയാതിരിക്കുവോ? വേറൊന്നുമല്ല, പകൽ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങാറില്ല. നിങ്ങൾ കാറ് പിടിക്കുവാണെങ്കിൽ ആരൊക്കെ നോക്കാം. എന്റെ അമ്മാവനിവിടെ അടുത്തായിട്ടൊരു ട്രാവൽസ് കമ്പനി നടത്തുന്നുണ്ട്. വിശ്വസിക്കാവുന്ന ആളാ. ഫോണൊന്ന് അടിച്ചാൽ വണ്ടി ചീറിപ്പാഞ്ഞു ഇവിടെ വന്നേ. പുള്ളിക്കാരന്റെ നമ്പർ പറയൂ സാർ.
അതെ അങ്കിൾ സുൽത്താനെ, ഞാനാ ചുരുളിയാ സംസാരിക്കുന്നേ. പറയടാ കടക്കാരൻ നാറി. എന്നാടാ കിളിക്കുന്നേ? ഒരു മിനിറ്റ്. ഓക്കെ സാർ. സിറ്റ് സിറ്റ്. പറയടാ ചാട്ടിത്തലയാ. 1000 കടം മേടിച്ചിട്ട് 6 മാസമായില്ലേ? ആടുമില്ല, ആട് കിടന്നിടത്ത് പൂടേയില്ല. നീ ഇപ്പൊ എവിടാ? എടാ ആ വീട്ടിൽ തന്നെയാണ് ഞാനിപ്പോ ഉള്ളത്. കുറച്ചു മുമ്പ് ഇൻസ്പെക്ടർ ഫോൺ ചെയ്തേ ഉള്ളൂ. അയാളോട് 3000 രൂപ കടം മേടിച്ചല്ലേ? അത് വാങ്ങാൻ വേണ്ടി അയാൾ വീട്ടിൽ വന്നേ. പുറത്ത് ഷൂ ഉണ്ടായിരുന്നു, സിഗരറ്റിന്റെ സ്മെല്ലും ഉണ്ടായിരുന്നു. ഒരു വീടിക്കുറ്റിക്ക് പോലും ഗതിയില്ലാത്തവന്റെ വീട്ടിൽ നിന്ന് എങ്ങനെ സിഗരറ്റിന്റെ സ്മെല്ല് വന്നെന്ന് അയാൾ എന്നെ വിളിച്ചു ചോദിച്ചു. അതെ അങ്കിളെ, ഞങ്ങളൊക്കെ കാളവാല് വെക്കുമ്പോഴേ സാധിക്കാനാണോ ഓടാനാണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. പെമ്പിള്ളേരെ ശബ്ദം കേട്ട ഉടനെ കതക് തുറക്കുന്നു വിചാരിച്ചോ? എങ്ങനെയാണെന്ന് കണ്ടില്ലേ? കാക്കി ഉടുപ്പിനെ കട്ട് ചെയ്ത് തിരിച്ചയച്ചു വിട്ടത്. എടാ നീ ആ രാജയോട് എത്രയാ മേടിച്ചേ? 450 ഉലുവ. അത് 4 തവണയായിട്ടാ കൊടുത്തേ. എന്താ വേണ്ട ഇപ്പോ? കഴിഞ്ഞ ആഴ്ച അയാൾ വീട്ടിൽ വന്നു, നിന്നെ ഒരുപാട് വിളിച്ചു. നീ പുറത്തു പോയെന്ന് ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടു. സംശയം തോന്നിട്ട് സാമി ഓട്ടയെ കൂടെ ഒളിഞ്ഞു നോക്കി. നിന്റെ കെട്ടിയോളാണോ പുറത്തു പോയെന്ന് വിളിച്ചു പറഞ്ഞത്? സത്യം പറ. സുർലി, അങ്ങനെ വീട്ടിലില്ല, പുറത്തു പോയേക്കാ. ഓഹോ, അത് അയാളായിരുന്നല്ലേ. 5 മിനിറ്റ് കഴിഞ്ഞ് കതക് തുറന്നു നോക്കിയപ്പോ കതകിൽ മൊത്തം തുപ്പി വെച്ചിട്ട് പോയിരിക്കുന്ന അയാള്. ഇനി ചിലപ്പോ അയാൾ വീട്ടിലേക്ക് വരില്ലെന്നാ തോന്നുന്നേ. ഇതൊക്കെ എന്ത്? അന്നൊരു ദിവസം ഇൻസ്പെക്ടർ വന്നിട്ട് കയ്യും കാലും പിടിച്ച് നോക്കിയിട്ട് പോലും അയാൾ എന്നെ വെറുതെ വിട്ടില്ല. അവസാനം കത്തിയെടുത്ത് കഴുത്തി വെച്ചപ്പോ പേടിച്ചിട്ട് ഓടിക്കളഞ്ഞ അയാള്. അങ്ങനെയൊന്നും പേടിച്ചോടുന്ന ആളല്ലല്ലോ. ഞാനെന്താ കത്തി അവന്റെ കഴുത്തി വെച്ചെന്നാണോ പറഞ്ഞത്? എന്റെ കഴുത്തിലാണ് മൊട്ടത്തലയാ. കടം മേടിച്ച കാശ് തിരിച്ചു ചോദിച്ച കഴുത്തറുത്ത് ചത്ത് കളയെന്ന് പറഞ്ഞു ഞാൻ. കത്തില്ലാണ്ട് ഒരു ദിവസം നിന്നെ കിട്ടൂല. അതുകൊണ്ട് കഥകിൽ ആര് തട്ടിയാലും കഴുത്തിൽ കത്തി വെച്ചിട്ടേ ഞാൻ വാതിൽ തുറക്കാറുള്ളൂ. നിന്റെ കൂടെ എങ്ങനെയാ നിന്റെ ഭാര്യ താമസിക്കുന്നേ ആവോ? വേണമെങ്കിൽ നീ വന്ന് എന്റെ കൂടെ താമസിക്കും. പിന്നല്ലാതെ. എന്റെ ഭാര്യ അവളുടെ അമ്മയുടെ വീട്ടിൽ പോയിട്ട് 6 മാസം കഴിഞ്ഞു. എന്റെ അങ്കിളെ, ഹിമാലയ ഇടിഞ്ഞ് നേരെ വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനെ ഞാൻ. അതുകൊണ്ട് എന്തു വന്നാൽ ഈ ചുരുളി രാജനൊരു പ്രശ്നവുമില്ല. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒരു അഡ്രസ് അന്വേഷിച്ച് വന്ന ഒരാൾ എന്റെ അടുത്തുണ്ട്. അവന് തിരുമംഗലത്തിന് പോകണം. നിങ്ങളുടെ ട്രാവൽസിൽ നിന്ന് ഒരു വണ്ടി വിട്. വാടക എത്രയാണെന്ന് പറഞ്ഞു. 1500 രൂപ അളിയാ. അങ്കിളിന് തരേണ്ട 1000 കൂടി ചേർത്ത് 2500 രൂപ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങണം. സമ്മതമാണോ? ഈശ്വരാ. അതെ, ഒരുപാട് തുള്ളി ചാടണ്ട. അല്ല, ഇപ്പൊ തുള്ളി കളിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നേ ഞാൻ വലിയ റൗഡിയാണെന്ന്. അങ്കിൾ അങ്ങനെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തോളാം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ തുടങ്ങി ചായയും സിഗരറ്റും മൊബൈൽ റീചാർജ്, വണ്ടിയുടെ ഓട്ടം കഴിഞ്ഞിട്ട് അങ്കിൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ മാമൻ ഇഷ്ടപ്പെട്ട മട്ടനും ചിക്കനും എന്ന് വേണ്ട ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ വയറ് നിറച്ച് വാങ്ങിച്ചു തരും. ഇന്ന് നമ്മുടെ കാട്ടിൽ മഴയാ, അതിഭയങ്കര മഴ. ഈ ദിവസം മധുര ദിവസം. ഡെഡിക്കേറ്റഡ് ബൈ ചൂരുളി രാജൻ. അളിയാ 10 മിനിറ്റ് വെച്ച് പിടിച്ചു വരാം, എന്നിട്ട് ക്ലച്ച് പിടിച്ചു പോ. ഐ ആം വെയിറ്റിംഗ്. ബോസേ, വണ്ടി 10 മിനിറ്റ് കൊണ്ട് ടകയെന്ന് ഇങ്ങോട്ടെത്തും. പെട്ടെന്ന് നമുക്കത് കയറി പോകാം. ഓക്കെ സാർ. കുളിച്ചായിരുന്നോ? കുളിച്ചിട്ടാ വന്നേ. എന്നാ ഞാൻ കുളിച്ചിട്ട് വരാം. ഇതാ അടിപൊളി ഫോണാ. പാട്ട് കേട്ടിട്ട് സൂമായിട്ടിരിക്കുക. ആരെങ്കിലും വാതിലെ തട്ടിയാ തുറക്കാൻ നിൽക്കണ്ട. എന്താ ബോസ് ഇത്? പാട്ട് ഒച്ചത്ത് വെക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ മാത്രം ഒറ്റയ്ക്കിരുന്ന് അങ്ങ് കേട്ടുകൊണ്ടിരിക്കുന്നത്? ഏത് പടത്തിലെ പാട്ടാ? സൂതുക്കവും. സൂപ്പർ കൗ. കേട്ടില്ലേ? എന്റെ അമ്മാവൻ വന്നു. ചീറ്റപ്പുലിയെ പോലെയാ. അവൻ വെറും സുൽത്താനല്ല, സുൽത്താൻ കട്ടപ്പ. സൂര്യന്റെ വെളിച്ചം ശരീരത്തടിച്ചാലേ കറുത്തു പോവും. സാർ, കത്തിയെടുക്കാൻ മറന്നുപോയി. തായങ്ങോട്ട്. ഓർമ്മിപ്പിച്ചത് നന്നായി ബോസ്. മധുരയിലുള്ള ആൾക്കാർ ഷഡ്ഡിയിടാണ്ട് പോയാലും കുഴപ്പമില്ല, പക്ഷെ കത്തിയില്ലാതെ ഒരുത്തിന് പോവില്ല. ബോസേ, കണ്ണാടി വെച്ച് നിങ്ങളെ കാണുമ്പോൾ ഒരു തമാശക്കാരനെ പോലെ എനിക്ക് തോന്നുന്നു. കണ്ണാടി ഇല്ലാതെ കാണാൻ നായകന്റെ ലുക്കുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ പറഞ്ഞത് ശരിയാ സാർ. അസ്സലാമലൈക്കും അങ്കിളേ.